അടുത്തത് സ്ക്വയർ ബോൾട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ്. നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സെൻറ്റർ ലൈൻ വരച്ചിടുക. സെൻറ്റർ ലൈൻ വരച്ചിട്ട് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് വിഡ്ത്ത് അക്രോസ് ഫ്ലാറ്റ്, അതായത് 1.5D+3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പകുതി വരച്ച് കഴിഞ്ഞാൽ 1.5D+3 ആയി. ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ലെങ്ത്ത്, എന്നിട്ട് എന്ത് ചെയ്യുക, ഹൈറ്റ് സ്ക്വയർ ബോൾട്ടിൻ്റെ വരുന്നത് 0.8D ആണ്. 0.8D ഇവിടെ മുതൽ ഇത് വരുന്നത് 0.8D ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, റഫായിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ സെൻറ്ററിൽ നിന്ന് 12mm മുകളിലേക്കും 12mm താഴോട്ടും. കാരണം എന്താ, നമുക്ക് ക്വസ്റ്റ്യനിൽ സ്ക്വയർ ബോൾട്ടിൻ്റെ ക്വസ്റ്റ്യനും M24 എന്നുണ്ട്. അപ്പോൾ D നമ്മൾ എന്ത് ചെയ്യുക, 24 ആയിട്ട് എടുക്കുക. ദെൻ നേരത്തെ പോലെ തന്നെ ലെങ്ത് ഓഫ് ബോൾട്ട് നമുക്കറിയാം 4 to എത്രയാണ്, 4 to 10D വരെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഹെഡിൻ്റെ ബോട്ടം മുതൽ ടോട്ടൽ ലെങ്ത്ത് 4D മുതൽ 10D വരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം 0.02D, അതായത് ത്രെഡ് വന്ന് എൻഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഉള്ളിൽ വരയ്ക്കുന്ന രണ്ട് ലൈനുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 0.8Dയും മറ്റേത് Dയും ആയിരിക്കും. ഇത് എത്രയാണ്, 1.5D+3 ആണ് എന്ത്, വിഡ്ത്ത് അക്രോസ് ഫ്ലാറ്റ്. സ്ക്വയർ ബോൾട്ടിൻ്റെ വിഡ്ത്ത് അക്രോസ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 1.5D+3 ആയിരിക്കും. ഇനി അടുത്തത് നമുക്കറിയാം സ്ക്വയർ ഹെഡുള്ള ബോൾട്ടിൻ്റെ എക്സ്റ്റേണൽ ബോൾട്ടായാലും സ്ക്വയർ ബോൾട്ടായാലും ഹെഡിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും, 0.8D ആയിരിക്കും. ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കണം. സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ എളുപ്പമാണ്. ഇവിടുന്ന് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് കിട്ടി. ഇവിടുത്തെ ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് കിട്ടി. ഇവിടെ എന്ത് ചെയ്യുക, 1.5D+3യുടെ ഒരു സ്ക്വയർ വരയ്ക്കുക. ഇവിടെ 1.5D+3യുടെ ഒരു സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ അത് കിട്ടി. ദെൻ ഈ എല്ലാ ലൈനും ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. അതിനെന്ത് ചെയ്യുക, ആദ്യം ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുക. ദെൻ അതിന് അളവ് മാർക്ക് ചെയ്യുന്നത്, നമുക്ക് അളവ് അറിയാം എത്രയാണ്, 1.5D+3യുടെ ഒരു സ്ക്വയറാണ് ഈ കാണുന്നത്. ദെൻ ഉള്ളിൽ എന്ത് ചെയ്യുക, സർക്കിള് കോമ്പസ് കൊണ്ട് നമുക്ക് ഈ 4 ലൈൻ ടച്ച് ചെയ്തിട്ട് കോമ്പസ് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വയർ ബോൾട്ടിൻ്റെ M24 ഉള്ള സ്ക്വയർ ബോൾട്ടിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.